കോട്ടയം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ പലതും ഇന്ന് അപകടാവസ്ഥയിലാണ്. കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് കെട്ടിടങ്ങളുടെ ബലക്ഷയത്തിന് കാരണം. കെട്ടിടങ്ങളിൽ നിന്നും കോൺക്രീറ്റ് പ്ലാസ്റ്ററിംഗ് അടക്കം അടർന്നു വീഴുന്നത് തുടർക്കഥയാവുകയാണ്. കെട്ടിടങ്ങളിൽ സുരക്ഷാ പരിശോധന നടത്താൻ നഗരസഭ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോട്ടയം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള നിരവധി കെട്ടിടങ്ങളാണ് അറ്റകുറ്റപ്പണികളുടെ അഭാവം മൂലം അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. കുമാരനെല്ലൂരിലെ നഗരസഭ സോണൽ ഓഫീസ് കെട്ടിടം, പഴയ ബോട്ടിച്ചട്ടിക്ക് സമീപം കൃഷിവകുപ്പിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം, മാർക്കറ്റിനുള്ളിലെ ഒന്നിലധികം കെട്ടിടങ്ങൾ, പച്ചക്കറി മാർക്കറ്റ് കെട്ടിടം തുടങ്ങി അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുടെ എണ്ണം അങ്ങനെ നീളുകയാണ്. ഇതിൽ പല കെട്ടിടങ്ങളും പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളവയാണ്. കെട്ടിടഭാഗങ്ങൾ അടർന്നു വീഴുമ്പോൾ മാത്രം താൽക്കാലിക പണികൾ നടത്തി നഗരസഭ തലയൂരുകയാണെന്നാണ് വാടകക്കാർ പറയുന്നത്. എന്നാൽ എവിടെയെങ്കിലും പരാതി നൽകിയാൽ ഉള്ള സ്ഥലം കൂടി നഷ്ടപ്പെടുമെന്ന ഭയത്താൽ അസൗകര്യങ്ങൾക്കും അപകട ഭീഷണികൾക്കുമിടയിൽ മൗനം പാലിച്ചു കഴിയുകയാണ് ഇവർ. ഈ സാഹചര്യത്തിൽ നഗരസഭയിൽ സമഗ്രമായ ബിൽഡിംഗ് ഓഡിറ്റ് നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജ അനിൽ ആവശ്യപ്പെട്ടു. കുമാരനെല്ലൂർ സോണൽ ഓഫീസ് ഈ ഒരു വർഷം മൂന്നാമത്തെ പ്രാവശ്യം അതിൻ്റെ മേൽഭാഗം ഇടിഞ്ഞു വീഴുന്നത്. ഒരു പ്രാവശ്യം അടുത്ത സൂപ്രണ്ടിൻ്റെ ദേഹത്ത് വീണ് അയാളുടെ കൈക്ക് പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ പോകുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെയാണ് കോട്ടയം നഗരസഭയുടെ എല്ലാ ഓഫീസുകളും, ഒരു TB ഉണ്ടല്ലോ, നേരത്തെ മുനിസിപ്പൽ റെസ്റ്റ് ഹൗസ്, അത് പരിശോധിച്ച് നോക്ക്. അങ്ങനെ നഗരസഭയുടെ ഏത് കെട്ടിടം പരിശോധിച്ചാലും അതെല്ലാം ഇതേ അവസ്ഥയിൽ തന്നെ. മുൻപ് കോട്ടയം നഗരസഭ ഓഫീസിന് സമീപമുണ്ടായിരുന്ന നഗരസഭയുടെ സ്വന്തം കെട്ടിടത്തിൽ നിന്നും കോൺക്രീറ്റ് ഭാഗം അടർന്നു വീണ് ലോട്ടറി തൊഴിലാളിക്ക് ജീവഹാനി സംഭവിച്ചിരുന്നു. പിന്നീട് ഈ കെട്ടിടം പൊളിച്ചു മാറ്റിയെങ്കിലും അപകടാവസ്ഥയിലുള്ള മറ്റു കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഒരു നടപടിയും ഇതുവരെ നഗരസഭ സ്വീകരിച്ചിട്ടില്ല. മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലൊരു അപകടം ആവർത്തിക്കാതിരിക്കാൻ കെട്ടിടങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ ഉടൻ നടത്തണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം.